റിക്ടർ സ്കെയിലിൽ 2 തുടങ്ങിയ ഭൂകമ്പം 3.4 ആയിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നു. 100ഓളം ഭൂകമ്പങ്ങൾ ഉണ്ടായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ. ഭൂകമ്പത്തിന്റെ കാര്യത്തില് തേർഡ് സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എപ്പോ വേണമെങ്കിലും 7+ വരുന്നത്. ഇടുക്കിയുടെ ഇടയിൽ 10,000 കണക്കിന് ജനങ്ങളുണ്ട്. അവരങ്ങോട്ട് മരിച്ചു പോയിട്ടായിരുന്നാണ്. ഒരു പ്രശ്നമില്ല. എക്യുപ്മെന്റ് ഉണ്ടല്ലോ, അത് ക്രിസ്തുവിനും ഒരു 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ സാധനം ഉണ്ട്. മെറ്റലൈജിലുള്ള സാധനം വെച്ചിട്ടാണ് ഈ നൂറ്റാണ്ടില് ഈ ഇത്രയും വലിയ ഡിസാസ്റ്റർ നടക്കുമ്പോ ഒരു ടെറസ് പൊളിക്കേണ്ടത് കൂടം വെച്ചിട്ടേ കണ്ടിട്ട് ലജ്ജ തോന്നുന്നു. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചു പോയല്ലോ എന്നുള്ള ദുഃഖം തോന്നുന്നു. അത് ഒരുപക്ഷെ അവിടേക്ക് ഈ ചെളിക്കെട്ടിലൂടെ ആധുനികമായ ഒരു യന്ത്രവും അവിടേക്ക് എത്താൻ പറ്റാതെയാണോ? അങ്ങനെയല്ല. ആധുനികമായ യന്ത്രങ്ങൾ ചെളിക്കുണ്ടിലേക്ക് എത്തും. അതിന് ലോകത്തില് ടെക്നോളജി ഉണ്ട്. ഇവര് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ലോകത്തില് അതിനുള്ള ടെക്നോളജി ഉണ്ട്. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ് എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് ആണ്. ഇന്ത്യയിലാണെന്ന് ഞാൻ പറയില്ല കേട്ടാ. ഇന്ത്യയിൽ അത്രയും ഡെവലപ്ഡ് അല്ലായിരിക്കാം, പക്ഷെ ഡെവലപ്ഡ് ആണ്. കേരളം ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താവും? ഇനിയിപ്പോ ഇവിടെ വയനാട്ടിൽ സംഭവിച്ചു, ഇത് ഇടുക്കിയിൽ സംഭവിക്കാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും സംഭവിക്കാം. നിങ്ങളുടെ രാധാകൃഷ്ണന്റെ നാട് പാലക്കാട് ഉണ്ടല്ലോ, പാലക്കാട്. നിങ്ങളുടെ അവിടെയാണ് 2 മാസം മുമ്പ് റിക്ടർ സ്കെയിൽ 3.1 വരുന്ന ഭൂകമ്പം ഉണ്ടായത്. അവിടെ നല്ലേപ്പള്ളി ചിറ്റൂർ താലൂക്കിൽ നല്ലേപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം എപ്പി സെന്റർ ആണ്. ഭൂകമ്പ പ്രഭവ കേന്ദ്രമാണ്. അവിടെ 1900 ഭൂകമ്പം ഉണ്ടായി. എത്ര റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് എന്നറിയോ? 6.1. അത് ഇനി 6 വർഷത്തിനുള്ളിൽ ആവർത്തിക്കുന്നതാണ് സിസ്മോളജിസ്റ്റുകൾ പറയണത്, ഭൗമശാസ്ത്രജ്ഞന്മാര് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്ഥിതി എന്താണ്? ഇന്ന് കേരളം ഭൂകമ്പത്തിന്റെ കാര്യത്തില് തേർഡ് സോണിലാണ്, റെഡ് സോണിലാണ്. ഇവിടെ എപ്പോ വേണമെങ്കിലും 7+ വരുന്നൊരു ഭൂകമ്പം ഉണ്ടാവാം. അത്തരം ഒരു ഭൂകമ്പം ഈ നല്ലേപ്പള്ളി പ്രഭവ കേന്ദ്രമായിട്ട് പാലക്കാട് സംഭവിച്ചാൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ഈ തുഞ്ചത്തിരിക്കുന്ന ഡാമുകളൊക്കെ ഇങ്ങോട്ട് വീഴും അല്ലേ? എത്ര 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ 8830 സംതിങ് അത്രയും സ്ക്വയർ കിലോമീറ്റർ സ്ഥലമേ ഉള്ളൂ കേരളം. തമിഴ്നാടിന്റെ 2 ജില്ല ചേർത്ത് വെച്ച കേരളമായി. പണ്ടത്തെ സൗത്ത് കേരള ഡിസ്ട്രിക്ട്, അതായത് ദക്ഷിണ കന്നഡ ഡിസ്ട്രിക്റ്റിന്റെ അത്രയേ ഉള്ളൂ കേരളം. അവിടെയാണ് 84 ഡാംസ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 5000-ഓളം ക്വാറികൾക്കും പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ ഇവര് കാണിക്കുന്നത്? പ്രകൃതിക്ക് സഹിക്കണതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? പ്രകൃതി അതിന്റെ പൂർവ്വ രൂപത്തിലേക്ക് സ്വയം മാറും. സ്വയം മാറുക വെച്ച് കഴിഞ്ഞാൽ അതിനെ നശിപ്പിച്ച ജനങ്ങളെ തൂത്തെറിഞ്ഞ് കടലിൽ കളയാന്നുള്ളതാണ്. അതാ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം ഈ മുല്ലപ്പെരിയാർ ഡാമിന് മുമ്പ് 44 നദികള് ഒഴുകി കടലിൽ പതിച്ചതാണ്. കടലിൽ ജലം ചെന്നില്ലെങ്കിൽ ലോകത്ത് പ്രാണവായു പോലും ഉണ്ടാവില്ല. കടൽ പായലുകൾ നശിക്കും, കടൽ ജീവികൾ നശിക്കും. ഈ ശുദ്ധജലം കടലിലേക്ക് ചെല്ലണം, അല്ലെങ്കിൽ വല്ല ചാവുകടൽ പോലെയാവും ഉപ്പ് അങ്ങോട്ട് കൂടിയിട്ട്. ഈ ലോകം തന്നെ നശിക്കും ശുദ്ധജലം കടലിലേക്ക് ചെന്നില്ലെങ്കിൽ. അപ്പൊ ഇത്ര വലിയ ദ്രോഹം ഈ പ്രകൃതിക്ക് ഈ നാട്ടിലെ ഭരണകൂട ജനാധിപത്യ ഗവൺമെന്റ് ആണ് ഇതെല്ലാം ചെയ്തത്. മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഇതില്ല, പ്രളയം ഉണ്ടായിട്ടില്ല. 1999 വെള്ളപ്പൊക്കം 1924 മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന് ശേഷം ഉണ്ടായത്. കാരണം എല്ലാ കൈവഴികളും പെരിയാറിന്റെ എല്ലാ കൈവഴികളും നശിച്ചു. ഈ ഭൂമിയുടെ നീരുറവകൾ കംപ്ലീറ്റ് നശിച്ചു. ജലനിർഗമന മാർഗങ്ങൾ ഇല്ലാതെയായി. അതുകൊണ്ടാണ് 1999 വെള്ളപ്പൊക്കം ഉണ്ടായത് 1924. ഇനി അതുപോലെ ഒരു ഇപ്പൊ ക്ലൗഡ് ബേസ്റ്റിംഗിന്റെ സമയമാണ്, മേഘവിസ്ഫോടനം. ഇനി ഒരു മേഘവിസ്ഫോടനം ഉണ്ടായാൽ കേരളം താങ്ങോ? ഓഗസ്റ്റിൽ ഉണ്ടാവുന്നുണ്ട്. ഓഗസ്റ്റില് അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അല്ല, ഓഗസ്റ്റ് പേടിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ജൂൺ ജൂലൈ മാസങ്ങളിൽ പെയ്യുന്ന മഴ കാട് വലിക്കും, ഒരു സ്പോഞ്ച് പോലെ വലിക്കും. അത് വലിച്ചതിന്റെ സാച്ചുറേറ്റഡ് ലെവലിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും പിന്നെ ഫോറസ്റ്റ് വലിക്കില്ല. ആ വെള്ളം ഒരു തുള്ളി കാട്ടിൽ വീണാൽ അത് ഡാമിലെത്തും. അപ്പൊ ഓഗസ്റ്റ് പേടിക്കേണ്ട ഒരു സമയമാണ്. അതിന്റെ കൂടെ എനിക്ക് മഴ പെയ്യുന്നതോ മേഘവിസ്ഫോടനോ ഇതൊന്നുമല്ല. എന്റെ ഭയം എന്ന് പറഞ്ഞാൽ ഭൂകമ്പാണ്. അപ്പൊ ഒരു 4+ മാഗ്നിറ്റ്യൂഡ് വരുന്ന ഒരു ഭൂകമ്പം മുല്ലപ്പെരിയാർ ഡാമിന്റെ വിസിനിറ്റിയിൽ വന്നാൽ തീർന്നു.
പിന്നെ ഇടുക്കി താങ്ങിക്കോളും എന്നാ പറയുന്നത്. എന്തൊരു ക്രൂരമായ ഡയലോഗാ. അപ്പൊ മുല്ലപ്പെരിയാറിന് ഇടുക്കിയുടെ ഇടയിൽ 10,000 കണക്കിന് ജനങ്ങളുണ്ട്, അവരങ്ങോട്ട് മരിച്ചു പോയിട്ടായിരുന്നാണ്, ഒരു പ്രശ്നമില്ലെന്നാ? അങ്ങനെയാണോ? പാവങ്ങളായതുകൊണ്ട്, വലിയ കൊമ്പന്മാരൊന്നും ഈ ഏരിയയിൽ ഇല്ലാത്തതുകൊണ്ടാണോ അത് ഇടുക്കി താങ്ങിക്കോളും എന്ന് ഇവര് നിസാര മട്ടിൽ പറയുന്നത്? ഇടുക്കിയൊന്നും താങ്ങാൻ പോകുന്നില്ല. ഇനിയിപ്പോ ആർച്ച് ഡാം നിന്നാലും കുളമാവ് ഡാം നിൽക്കോ? ചെറുതോണി നിൽക്കോ? തൊടുപുഴക്കാരൊക്കെ എന്താന്ന് അറിയണതിന് മുമ്പ് പരലോകത്തെത്തും. അതാ അവസ്ഥ. ഇത് ഞാൻ പറയണമെന്നല്ല കേട്ടോ, ഞാൻ പറയണത് ഇത് ഡാം തകരില്ല എന്നാ. കാരണം ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ദൈവം പിടിച്ചു നിർത്തുമെന്നാ ഞാൻ പറയണേ. ഇത് പറയുന്നത് ഇവിടെ സീസ്മോളജിസ്റ്റുകളും ഹൈഡ്രോളജിസ്റ്റുകളും സിവിൽ എഞ്ചിനീയേഴ്സും ഇത് പറയുന്നത്. അവരുടെ ഏറ്റുപറച്ചിലാണ് ഞാൻ ഈ പറയുന്നതെല്ലാം. അല്ലാതെ ഞാൻ ഒരിക്കലും ഒരു ഡാമും തകരില്ല, ഞാൻ ഇതിന്റെ മുമ്പിൽ ഉണ്ടെന്ന് പറയണേ. ദൈവം കാത്തുകൊള്ളൂ എന്ന് പറയണത്. KSEBിയുടെ ഒരു മുൻ ചെയർമാനാണ് എന്നോട് അത് പറഞ്ഞത്. റസൽ ജോയി ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് കൊണ്ട് ഈശ്വരം പിടിച്ചു നിർത്തിയിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് എന്നോട് ആദ്യമായി പറഞ്ഞത് KSEBിയുടെ ചെയർമാനായിരുന്ന ആളാണ്. ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, അദ്ദേഹം അത് താല്പര്യപ്പെടാത്തത് കൊണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുപക്ഷെ. സാർ, ഞാൻ 2 ചോദ്യങ്ങൾ. ഒന്ന്, ഇങ്ങനെ ഒരു വലിയൊരു ഭീഷണി മുമ്പിൽ നിൽക്കെ തന്നെ ഹൈക്കോടതിയുടെ ഈ ഇടയിലുള്ള ഒരു ഇടപെടൽ ഏതിനാണെന്ന് വെച്ചാൽ അടിമാലിയുടെ റോഡ് വികസനം, അവിടെ ഉടനെ റോഡ് വികസനം നടപ്പിലാക്കണമെന്ന് ഉള്ള ഒരു തരത്തിൽ വിധി വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് ശരിയാണോ? അത് അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെന്നൊക്കെ ഞാനും കേട്ടു. അങ്ങനെ ഒരു വിധി വന്നിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ. കാരണം ടൂറിസത്തെ കുറിച്ച് യാതൊരു കോൺസെപ്റ്റും ഇല്ലാത്ത ആളുകൾ, ടൂറിസം എന്ന് പറയണ ഇവർ ഉദ്ദേശിക്കുന്ന റോഡാണോ? റോഡാണെങ്കിൽ ന്യൂയോർക്കിലും പിന്നെ ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ നല്ല റോഡുകളുണ്ട്. റോഡുകൾ കാണാനാണ് ഇവർ വരുന്നത്. ഇവർക്ക് കാണേണ്ടത് പ്രകൃതിയാണ്, അതിന്റെ നാച്ചുറൽ ബ്യൂട്ടിയാണ്. അവർ നടന്നു പോകാൻ തയ്യാറാണ്, കാട്ടിലൂടെ നടക്കാൻ തയ്യാറാണ്. അതാണ് അവർക്ക് ആവശ്യം. ഇവരെന്തോന്ന് ടൂറിസം ഇവിടെ പറയുന്നത്? ഈ പ്രകൃതി ഇതേപോലെ തന്നെ ഇരിക്കണം, അല്ലാതെ വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ റിസോർട്ടുകൾ, ഇതൊന്നും കാണാൻ വേണ്ടി ആരും വരുന്നില്ല. അവരുടെ നാട്ടിൽ ഇതിനേക്കാളും നല്ല റിസോർട്ടും ഉണ്ട്, ഇതിനേക്കാളും നല്ല ഫെസിലിറ്റീസും ഉണ്ട്. അത് കാണാനല്ല വരുന്നത്, നമ്മുടെ നാടിന്റെ ഭംഗി ആസ്വദിക്കാനാണ് തന്നെ. കടലും കായലും ഉൾനാടുകളും വനവും ഒക്കെ കാണാനാണ് ഇവർ വരുന്നത്. എന്നിട്ട് വനമൊക്കെ വെട്ടിത്തെളിച്ച് റോഡ് ഉണ്ടാക്കുന്നതാണോ ടൂറിസം? പിന്നെ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ, വനമില്ലെങ്കിൽ, മരങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല. ഇപ്പൊ തന്നെ ഒരു 10-20 കൊല്ലം മുമ്പ് നമ്മൾ കുപ്പിവെള്ളം നമ്മൾ സങ്കല്പത്തിലില്ല. ഇനിയിപ്പോ കുപ്പി ഓക്സിജൻ നമ്മുടെ സങ്കല്പത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, മരങ്ങളില്ലാത്ത കാരണം. നമ്മൾ റോഡിന്റെ കാര്യം പറയുമ്പോൾ പരിസ്ഥിതിയെ കൺസിഡർ ചെയ്യാത്ത ഏത് വികസനം, റോഡ് മാത്രമല്ല ഏത് വികസനവും നമ്മുടെ തന്നെ നാശത്തിലേക്ക് എത്തിക്കും. അബദ്ധമാണ്, അതിന് യാതൊരു സംശയവുമില്ല. മുല്ലപ്പെരിയാർ പൊട്ടിയാലുള്ള അവസ്ഥ ഏതാണ്ട് 4-5 ജില്ലകളെ ബാധിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അടുത്ത് സാറിന്റെ തന്നെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ മറ്റൊന്നും കൂടി കേട്ടു. അതിൽ നിൽക്കില്ല, കേരളം തന്നെ ഒരുപക്ഷെ ഭൂപടത്തിന് ഇല്ലാതാവും, ചിലപ്പോൾ തമിഴ്നാട്ടിനെയും അത് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. മറ്റുള്ള ഇടങ്ങളിലേക്ക് അത് വലിയ അപകടമായി മാറുമെന്ന് പറഞ്ഞു. അതെന്താണെന്നൊന്ന് തെളിച്ചു പറയാമോ? നമ്മുടെ ഈഥെയ്ൻ എന്ന് പറയുന്ന വിഷം സൂക്ഷിച്ചിരിക്കുന്ന ഫാക്ടറികൾ ഇവിടെ ഉണ്ട്. ബെൻസീൻ എന്ന് പറയുന്ന വിഷം സൂക്ഷിച്ചിരിക്കുന്ന ഫാക്ടറികളുണ്ട്. അത് ദ്രാവക രൂപത്തിലും വാതക രൂപത്തിലും ഉണ്ട്. ഈ സാധനം എവിടെയാ ഉള്ളത്? എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട്, പലയിടത്തായിട്ടുണ്ട്. പലയിടത്തായിട്ട് പല ഫാക്ടറികളിലും ഈ സാധനം ഉണ്ട്. അതുകൂടാതെ ഏവിയേഷൻ ഫ്യൂവൽ എയർപോർട്ടിലുണ്ട്. ഒരു 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്ന സാധനമാണ് ഏവിയേഷൻ ഫ്യൂവൽ. അത് സംഭരിച്ചിട്ടുണ്ട്, അവിടെ കിടക്കുന്ന എയർക്രാഫ്റ്റിലുണ്ട്. പിന്നെ നമ്മളൊരു ലോറി മറിഞ്ഞ് കത്തിയത്, മലപ്പുറത്ത് തുടങ്ങാണ്ട് ഒരു ലോറി മറിഞ്ഞ് കത്തിയത് അറിയില്ല, എത്ര നാളെടുത്തു അത് ഒന്ന് കെടുത്താനായിട്ട്? ആ പ്രദേശം മുഴുവൻ കത്തിപ്പോയി. അപ്പൊ അങ്ങനെ ഇത് ക്യാരി ചെയ്യുന്ന ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ക്രൂഡ് ഓയിൽ ഇല്ലേ റിഫൈനറിയിൽ, LPG ടെർമിനൽ പുതുവൈപ്പിലില്ലേ, അങ്ങനെ എത്ര വിനാശകരമായ ഫാക്ടറികളുണ്ട്. ഇതെല്ലാം തകർന്ന് ഈ വാതകവും ഈ ക്രൂഡ് ഓയിലും ഒക്കെ പുറത്തേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഗ്യാസ് സിലിണ്ടർ അതിന്റെ ആ ഗ്യാസ് പുറത്തേക്ക് വന്നാലോ? ലോറി ഇതിങ്ങനെ ട്രക്കിൽ ഇങ്ങനെ കൊണ്ടുപോകുന്ന ലോറി തകർന്ന് അതെല്ലാം കൂടി പുറത്തേക്ക് വന്നാലോ? എത്ര പെട്രോൾ പമ്പ് ഈ കേരളത്തിലുണ്ട്, ആ പെട്രോൾ മുഴുവനും പുറത്തേക്ക് വന്നാലോ? ഇത് തന്നെ തമാശ കളിക്കാനാണ് ഇവിടെ കേരളത്തിൽ ഒരു ജനകീയ ഗവൺമെന്റ് ഇരിക്കുന്നത്. കേരളത്തിലെ ഡാംസുകളൊക്കെ ഒന്നൊന്നായി ഡീകമ്മീഷൻ ചെയ്യണം എത്രയും പെട്ടെന്ന്. ഇലക്ട്രിസിറ്റി ഉണ്ടാക്കണമെങ്കിൽ ഡാംസ് വേണമെന്ന് ഇവർ പറയണേ. ഇവര് ഇലക്ട്രിസിറ്റി ടെക്നോളജി മാറിയല്ലോ. ടെക്നോളജി ഇപ്പൊ പുതിയ വലിയ ദോഷമില്ലാത്ത ഒരുപാട് ടെക്നോളജി വന്നുവല്ലോ, സോളാർ ഉൾപ്പെടെ. അതെ, ഇലക്ട്രിസിറ്റി ഇപ്പൊ ഹൈഡ്രോ ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ലോകത്തുനിന്ന് പോയി. കാരണം അതൊരു വലിയ വിനാശമാണെന്ന് ലോക രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് ഇപ്പൊ എന്താ, ജർമ്മനിയിൽ ഞാൻ കുറച്ച് ദിവസം ജർമ്മനിയിലാണ് ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ ഫോട്ടോ വോൾട്ടൈക് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. അതായത് നമ്മുടെ നാട്ടില് വെളുപ്പിനുള്ള സൂര്യപ്രകാശം ഇല്ലേ, സൂര്യനെ കാണൂല, ഒരു വെട്ടം ഉണ്ടാവും.
ആ വെട്ടത്തിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത്. അതായത് വെറും ഒരു ചന്ദ്രന്റെ വെളിപ്പം, രാത്രിയൊക്കെ ചന്ദ്രന്റെ ഒരു നിലാവിന്റെ ഒരു വെളിച്ചത്തിൽ നിന്ന് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കും. ജർമ്മനിയിൽ മഞ്ഞുകാലത്ത് ഒട്ടും വെളിച്ചമില്ല, വെറുതെ നമ്മുടെ പുലർകാലത്തെ വെളിച്ചമുള്ളൂ. ആ വെളിച്ചത്തിൽ നിന്ന് ഫോട്ടോ വോൾട്ടൈക് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ച് അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നമുക്ക് അങ്ങനെയുണ്ടോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങല്ലേ, വെയിൽ കൊണ്ട സൂര്യാഘാതം ഉണ്ടെന്ന് പറഞ്ഞ നാടാണ് നമ്മുടെ. അതെ 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 അതെ. നമുക്ക് ഈ സോളാർ പാനൽസ് ഒന്നും കരയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലോട്ടിംഗ് സോളാർ പാനൽസ് ആയിട്ട് കടലിൽ വെക്കാം, വിൻഡ് മില്ലുകൾ സ്ഥാപിക്കാം നമ്മുടെ സീഷോറിൽ. പക്ഷെ ഇതൊന്നും ഇവര് ചെയ്യൂല. കാരണം ഇത് ചെയ്താൽ ഒന്നും കിട്ടൂല. വലിയ പ്രോജക്റ്റ് അല്ലേ ഡാം, 2000 കോടി 3000 കോടി പകുതി പോക്കറ്റിൽ വെക്കാം. അതുകൊണ്ടാണ് ഇവർ ഡാം ഉണ്ടാക്കി കൂട്ടുന്നത്. ഇപ്പോഴും കേരള ഗവൺമെന്റ് എന്താ പറയണേ? ഡാം ഉണ്ടാക്കാൻ പോവുകയാണ്. മുല്ലപ്പെരിയാറിന്റെ അപ്പുറത്ത് ഉണ്ടാക്കുന്നത്, ഇപ്പുറത്ത് ഉണ്ടാക്കുന്നത്. ഉള്ള ഡാം കൊണ്ട് ജനം പൊറുതി മുട്ടി നിൽക്കുന്നു. ആ നേരത്താണ് പുതിയൊരു ഡാം ഉണ്ടാക്കണേ. എന്തിനാന്നറിയോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവരെന്തിനാ ഡാം ഉണ്ടാക്കണേ? ഡാം ഉണ്ടാക്കണ എന്തിനാണ്? മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ? അല്ലേ? മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് മനസ്സിലാക്കിയതുകൊണ്ടല്ലേ ഇവര് പുതിയ ഡാമിന് DPR കൊടുത്തിരിക്കുന്നത്. അപ്പൊ തകർച്ചയിലാണ്, മുല്ലപ്പെരിയാർ ഡാം തകർച്ചയിലാണെന്ന് കേരള ഗവൺമെന്റ് സമ്മതിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തമിഴ്നാട് എന്താ പറയുന്നത്? ഈ ഞങ്ങളെ റിപ്പയർ ചെയ്യാൻ കേരള ഗവൺമെന്റ് സമ്മതിക്കുന്നില്ല എന്ന്. ഇനിയിപ്പോ ഡാം തകർന്ന് ഇവിടുത്തെ ആൾക്കാരൊക്കെ കടലിൽ പോയി കഴിഞ്ഞാൽ തമിഴ്നാട് പറയും, ഞങ്ങൾ അന്നേ പറഞ്ഞില്ലേ ഞങ്ങൾ റിപ്പയർ ചെയ്ത് ശരിയാക്കാന്ന്. എന്നിട്ട് നിങ്ങൾ സമ്മതിച്ചോ? അവർ ആന്റിസിപ്പേറ്ററി ബെയിലിട്ടു, മുൻകൂർ ജാമ്യം എടുത്തിരിക്കുക. അപ്പൊ രണ്ടു കൂട്ടരും, കേരളവും പറയുന്നു ഈ ഡാം തകരും, തമിഴ്നാടും പറയുന്നു ഞങ്ങൾ റിപ്പയർ ചെയ്തില്ലെങ്കിൽ തകരും. പിന്നെന്താണ് ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ല? ഇവര് മഹാപോഴന്മാരാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ നാട്ടിലെ എന്റെ സഹോദരന്മാരായ ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങളും ബുദ്ധിയില്ലാത്തവരാണെന്ന് പറയാൻ പറ്റുള്ളൂ. മന്ദബുദ്ധി എന്നൊന്നും പോലും പറയാൻ പറ്റില്ല. മന്ദബുദ്ധി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധി ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. ഞാൻ ഈ വിഷയം ദേവഗൌഡജിയോട് സംസാരിച്ചപ്പോ, മുൻ പ്രധാനമന്ത്രിയോട് സംസാരിച്ചപ്പോ അദ്ദേഹം ആദ്യം തന്നെ എന്നോട് ചോദിച്ചത് നിങ്ങളുടെ നാട്ടിലെ ജനങ്ങൾ എന്ത് തരത്തിലുള്ള ജനങ്ങളാണെന്നാണ് ചോദിച്ചത്. എന്നെ കൂടി ചേർത്താ ഞാൻ പറയാം. ഞാനിപ്പോ ഇത് പറഞ്ഞു നിൽക്കുകയാണെങ്കിലും ഈ മുല്ലപ്പൂമ്പിടിയല്ലേ എനിക്ക് വെക്കണത്. ഈ മലയാളി പ്രബുദ്ധർ എന്ന് പറയണത് ആരാണ്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നമ്മളെ നോക്കി പറയണാണ്. ഇവരെ മാറി നമ്മൾ അധികാരത്തിലേക്ക് കയറ്റണ്ടല്ലോ, അതുകൊണ്ട് നമ്മൾ പ്രബുദ്ധര്. അപ്പൊ പ്രബുദ്ധർ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മാറിയിട്ട് ഒരു ബുദ്ധി ഇല്ലാത്തവെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വാക്കിന്റെ അർത്ഥം. കക്ഷി രാഷ്ട്രീയക്കാരെ ചുമക്കുന്നവർ പ്രബുദ്ധർ, അല്ലാത്തവർ അല്ലേ? അത്രേ ഉള്ളൂ. അല്ല, കേരളത്തിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ 2 സ്ഥാനാർത്ഥികൾ വന്ന് പറയും അടുത്ത 5 വർഷത്തേക്ക് ഞങ്ങൾ എന്താ ചെയ്യണേന്ന്. പോളിസി പറയും, ഇലക്ഷൻ മാനിഫെസ്റ്റോ പറയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്കൻ ജനത തീരുമാനം എടുക്കുന്നത്. അവർക്ക് ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല. അതുപോലെ തന്നെ ഇംഗ്ലണ്ടിലും അങ്ങനെ തന്നെയാ, ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല. തമിഴ്നാട്ടിലും അങ്ങനെയാ. നമ്മളത് മനസ്സിലാക്കണം. കേരളത്തിലെ ഈ ബോധമില്ലാത്ത മലയാളികൾ മനസ്സിലാക്കണം. തമിഴനെ ജല്ലിക്കെട്ട് വിഷയം വന്നു, അവൻ എന്തെങ്കിലും രാഷ്ട്രീയം ഉണ്ടായോ? രാഷ്ട്രീയക്കാര് തമിഴ് ജനതയുടെ പുറകെ വന്ന്, അതാ ജല്ലിക്കെട്ട് വിഷയത്തിൽ ഉണ്ടായ. അതായത് ഒരു പോളിസിയുടെ അടിസ്ഥാനത്തില്, മാനിഫെസ്റ്റോന്റെ അടിസ്ഥാനത്തില് DMK വരണോ ADMK വരണോ എന്ന് തമിഴ് ജനത തീരുമാനിക്കും, ബുദ്ധിപൂർവമായി തീരുമാനിക്കും. അവർക്ക് ഒരു ദോഷം വന്നിട്ടില്ല. അവരുടെ വ്യവസായങ്ങൾ വളർന്നു, അവരുടെ കാർഷിക വൃത്തി വളർന്നു. ഇന്ന് കേരളത്തെക്കാളും സമ്പന്നമായ സ്ഥലമായി തമിഴ്നാട് മാറിയെങ്കിൽ ആ ജനങ്ങളാണ്, അവരുടെ ബുദ്ധിപൂർവമായ നയങ്ങളാണ് രാഷ്ട്രീയക്കാരെ തിരുത്തി അഴിമതി മാത്രം ചെയ്യാണ്ട് ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളും ചെയ്യണം എന്ന് അവിടുത്തെ രാഷ്ട്രീയക്കാർ തീരുമാനിക്കാൻ ഇടയാക്കിയത് അവിടുത്തെ ജനങ്ങളുടെ ഈ ബുദ്ധിയാണ്. ഈ ബുദ്ധി മലയാളിക്കില്ല. മലയാളി ആരാണ്? മലയാളി ഒന്നെങ്കിൽ LDF കാരൻ, അല്ലെങ്കിൽ UDF കാരൻ, അല്ലെങ്കിൽ BJP കാരൻ, NDA കാരൻ. അപ്പൊ LDF കാരൻ എന്താണ്? LDF കാരൻ എന്താ ചിന്തിക്കണമെന്ന് അറിയോ? രാധാകൃഷ്ണൻ മനസ്സിലായോ? LDF കാരൻ ചിന്തിക്കുന്നത് LDFന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്നുള്ളൂ. അല്ലാതെ എന്ത് നന്മ നാടിന് വരണം ഒന്നുമില്ല, യാതൊന്നുമില്ല. അത്രയ്ക്ക് പോഴന്മാരായ ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് പേടി, ഇതെല്ലാം തകർന്ന് ജനങ്ങൾ എന്നെ ഉൾപ്പെടെ കടലിലേക്ക് ഇങ്ങോട്ട് എത്തിക്കുമെന്നുള്ള പേടിയുള്ളത്. അതുകൊണ്ടാണ് യാതൊരു തരത്തിലും കൊള്ളൂലാത്തൊരു ജനങ്ങളാക്കി രാഷ്ട്രീയക്കാര് ഈ നാട്ടിലെ ജനങ്ങളെ മാറ്റി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ചിന്താശക്തി നഷ്ടപ്പെടുത്തി. അതായത് ആണുങ്ങളെ മുഴുവനും മയക്കുമരുന്നും കള്ളും, മുട്ടിന് ബാറ തുടങ്ങിയിട്ട് അവന് 1000 രൂപ ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരന് കിട്ടിയാൽ അവന്റെ മൊത്തം പൈസ പിടിച്ചെടുക്കുന്ന സംവിധാനമാണ് മദ്യം. പണ്ട്
പണ്ട് 10 രൂപയ്ക്ക് ചാരായം കിട്ടുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് 100 രൂപ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചോ. ഒരു ദിവസം പണിയെടുക്കാൻ പോയാൽ 100 രൂപ കിട്ടുള്ളൂ. 10 രൂപയ്ക്ക് ചാരായം കുടിച്ച് ഒരു താറാവ് മുട്ട നിന്ന് ബാക്കി 90 രൂപയും തൊഴിലാളി വീട്ടിലെത്തിക്കുമായിരുന്നു. ഞാൻ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറയണല്ല കേട്ടാ, വസ്തുതകൾ പറയണാണ്. അന്ന് 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 100 രൂപ കിട്ടുന്ന ഒരു തൊഴിലാളിക്ക് 10 രൂപ മുടക്കുള്ളൂ, ബാക്കി 90 രൂപ അവന്റെ വീട്ടില് അവന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉപയോഗിക്കാൻ പറ്റും. ഇന്നൊരു 1000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ 1000 രൂപയും പാറി കൊടുത്താലും അവനൊന്നും ആകത്തില്ല. AK ആന്റണി എന്ന് പറയുന്ന ഒരു വിവരദോഷിയാണ് ഈ നാടിൽ ഇത്രയും വലിയ കൊലച്ചതി ചെയ്തത്. ചാരായം നിരോധിച്ചുകൊണ്ട് എന്താ കുറെ അബ്കാരികൾക്ക് നന്നാവാൻ പറ്റി, ജനങ്ങൾ നശിച്ച്. അതാണ്ടായത്. ചാരായമേ നിരോധിച്ചുള്ളൂ, മദ്യം നിരോധിച്ചിട്ടില്ല. വിദേശ മദ്യം അപ്പൊ കൂടുതൽ വില കൂട്ടി വിൽക്കാൻ പറ്റി, കാരണം മറ്റു എതിരാളികളില്ല, നാടൻ മദ്യമില്ല. അതെ, ഇങ്ങനെയുള്ള രാഷ്ട്രീയ കുബുദ്ധികളാണ്. സ്വന്തം ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പഠിച്ചപ്പോ എപ്പോഴാണേലും കസേര ഉറപ്പിക്കും. എന്ത് നന്മയാണ് അദ്ദേഹം ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടിരുന്നു, മുഖ്യമന്ത്രി ആയിട്ടിരുന്നു. ഈ നാടിന് ഒന്ന് എണ്ണി പറയാമോ? ഒരു 3-4 കാര്യം രാധാകൃഷ്ണൻ പറയാമോ? ശ്രീ AK ആന്റണി ഈ നാടിന് വേണ്ടി ചെയ്ത ഒരു 3 കാര്യങ്ങൾ പറയും. സത്യത്തിൽ മദ്യനിരോധനം ഒരു നല്ല കാര്യമാണെന്ന് ധരിച്ചിരുന്നു കുറെ കാലം. പിന്നെ അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് വലിയൊരു ദുരന്തമായോ എന്ന് എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ സാർ പറയുമ്പോൾ അത് ഏകദേശം കൃത്യമായിട്ട് വരുന്നുണ്ട്, അത് കറക്റ്റായി വരുന്നുണ്ട്. കാരണം തന്നെയാണ് ഇപ്പോഴും LDF ഗവൺമെന്റ് പിന്തുടർന്ന ഈ ചാരായത്തില് കളറ് ചേർത്തിട്ട് ജനങ്ങളെ പിടിച്ചു പറിക്കാം. അതായത് ശരിക്കും പറഞ്ഞാല് ഇതും പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു വിധിയൊക്കെ കിട്ടും. എന്നെ കേൾക്കുന്ന വക്കീലന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോടതിയിൽ പോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാൻ പറയണേ. കാരണം ഉൽപാദന ചെലവിന്റെ എത്ര ശതമാനം ഇരട്ടിയാണ്? ഒരു 300% ഉൽപാദന ചെലവിന്റെ എന്റെ കണക്ക് ശരിയാണോ എനിക്കറിയില്ല. ഉൽപാദന ചെലവിന്റെ ഒരുപാട് ഇരട്ടി. അത് മേടിക്കാൻ അങ്ങനെ ജനങ്ങളോട് മേടിക്കാൻ നിയമമില്ല. ഇപ്പൊ ഒരു 10 രൂപ ഉൽപാദന ചെലവുണ്ടെങ്കിൽ 20 രൂപ മേടിക്കട്ടെ, ഇത് 200 രൂപയാണ് മേടിക്കുന്നത്. സാർ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോ ഇവരുടെ തന്നെ ഈ സർക്കാരിന്റെ പുതിയ മദ്യനയത്തെ കുറിച്ച് ഞാൻ ഈയിടയിൽ ഒരു വീഡിയോ കാണുകയുണ്ടായി. അതില് അവർ പറയുന്നു മദ്യനയം കുറച്ചുകൂടി ഉഷാറാക്കും, മാത്രമല്ല വീര്യം കുറച്ച് മദ്യം കൂടുതൽ സുലഭമാക്കും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് വർത്തമാനം. അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ കുറച്ചു കാലമായി മദ്യം ശീലിച്ചു വന്ന ആൾക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീര്യം കുറയ്ക്കുമ്പോൾ അയാൾ ഇരട്ടി വാങ്ങി കഴിക്കാൻ പ്രേരിതനാവും. ഇന്നലെ വരെ ഒരു കുപ്പിയിൽ ഒതുക്കിയ ആൾ വീര്യം കിട്ടുന്നില്ലെങ്കിൽ നാളെ 2 കുപ്പിയിലേക്ക് പോകും. അപ്പൊ സാറ് പറഞ്ഞ മാതിരി 1000-ൽ നിൽക്കില്ല, 1000 രൂപ ചെലവിൽ നിൽക്കില്ല. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ കടം വാങ്ങിയിട്ട് മദ്യപിക്കാൻ നോക്കും. അല്ലെ, അതല്ലേ ഉണ്ടാവാൻ പോകുന്നത്? അതാണ്ടാവാൻ പോകുന്നു. നമുക്ക് ഡാമിലേക്ക് തന്നെ വരികയാണെങ്കിൽ സാറിന്റെ പ്രതീക്ഷ എന്താണ്? ഇനിയെങ്കിലും ഇപ്പൊ വയനാടിന്റെ പശ്ചാത്തലത്തിൽ ഇനിയെങ്കിലും അത് തിരിച്ചറിഞ്ഞ് സർക്കാർ ഇടപെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനങ്ങൾ അതിലേക്ക് ആ പ്രബുദ്ധതയിലേക്ക് ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം കേസ് എന്ന് പറയുന്നതിൽ ഗഹനമായ കാര്യങ്ങളൊന്നുമില്ല. ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിച്ച് ഈ ഡാം എന്നു വരെ നിൽക്കും, അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വരണമെന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് 40 വർഷമേ ഉള്ളൂ. അപ്പൊ അവര് വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യണം എന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ സയൻസ് അവരെ പഠിപ്പിക്കുന്നത് ഒരു ഡാമിന്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 വർഷമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഫിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. അത് കേരള ഗവൺമെന്റ് സുപ്രീം കോടതി വന്ന് ഇത്രയും പറഞ്ഞാൽ മതി, ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്നോട്ടെ, അതിന്റെ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. 2 സെന്റൻസ് എഴുതി ഒരു അഫിഡവിറ്റ് ഇട്ടാൽ മുല്ലപ്പെരിയാർ വിഷയം തീർന്നു. ഇനിയിപ്പോ കേരള സർക്കാർ ചെയ്യുന്നില്ല, കേന്ദ്ര സർക്കാരിന് ചെയ്യും. എന്റെ കേസിലാണ് ആദ്യമായിട്ട് കേന്ദ്ര സർക്കാർ കക്ഷിയായിട്ട് വരുന്നത്. കേന്ദ്ര സർക്കാരിന് പറയാം, ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ചോട്ടെ, ഞങ്ങൾ അതിന്റെ ചെലവ് കൊടുത്തോളാം. എന്ത് ചെലവ് വരും? കൂടി വന്നാൽ ഒരു 10 ലക്ഷം വരുമായിരിക്കും മാക്സിമം. അതിൽ കൂടുതൽ ചെലവ് വരുമോ? അവര് കുറച്ച് പേര് വരണം, അവരെന്തോന്ന് പരിശോധിക്കാൻ? ഒന്നും പരിശോധിക്കാനില്ല. 40 വർഷം കഴിഞ്ഞാൽ ഡാം ഡീകമ്മീഷൻ ചെയ്യണം, ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ പറഞ്ഞിട്ട് അവർ പോകും. ഈ കേരളത്തിലെ ജനങ്ങൾ ചെയ്യേണ്ടത് അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ കേസിനെ കേരള സർക്കാരുകൾ പിന്തുണയ്ക്കുക എന്നാവശ്യപ്പെടുകയാണ്. അവരുടെ വീടിന്റെ മുമ്പിൽ ഫ്ലക്സ് ബോർഡായിട്ടോ അല്ലെങ്കിൽ ഒരു കവലയിൽ ഒരു ബോർഡായിട്ടോ ഈ ആവശ്യം ജനങ്ങൾ പ്രചരിപ്പിക്കണം. അതാണ് ഈ ഒരു വിഷയത്തിനുള്ള ഇമ്മീഡിയറ്റ് സൊല്യൂഷൻ. അതാണ് വലിയ കാലതാമസം ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നാളെ
നാളെ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ വന്ന് മുല്ലപ്പെരിയാർ ഡാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കട്ടെ, അതിന്റെ ചെലവ് ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ മുല്ലപ്പെരിയാർ വിഷയം തീർന്നു, അവിടെ തീരാണ്. മനസ്സിലായ? അത് ചെയ്യാനായിട്ട് കേരളത്തിലെ ജനങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? അത് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇന്ന് സാറിന്റെ തന്നെ ഒരു പെറ്റീഷൻ, ഒരു കോമൺ പെറ്റീഷൻ ഞാൻ ഇന്ന് ഓൺലൈനിൽ സൈൻ ചെയ്തിട്ട് അയച്ചതേ ഉള്ളൂ. അപ്പോൾ ആ സൈനിങ് പ്രോഗ്രാം ഉണ്ടല്ലോ, അത് കുറച്ചുകൂടി വ്യാപകമാവണം, ജനങ്ങളിലേക്ക് എത്തണം. ഇപ്പൊ ഞാൻ 12 ലക്ഷം എന്നോ മറ്റാണ് അതിന് നമ്പർ കണ്ടത്. അതിന്റെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് 15 ലക്ഷമാണ് എന്ന് ഞാൻ അതിൽ കണ്ടു. അത് 15 ലക്ഷത്തിൽ നിൽക്കരുത്, 1 കോടിയിലെങ്കിലും എത്തണം. അത്രയും സൈനുകൾ ഒപ്പുകൾ അവിടെ എത്തണം, പ്രൈം മിനിസ്റ്റർക്ക് എത്തണം. അതുകൂടി രാധാകൃഷ്ണൻ ഈ ചാനലിലൂടെ ഒന്ന് ഇടണം അതിന്റെ ലിങ്ക്. തീർച്ചയായിട്ടും. വയനാട് ഒരു വലിയ ദുരന്തമാണ് നടന്നതെങ്കിൽ ഇതിന്റെ 1000 മടങ്ങ് 10,000 മടങ്ങ് വലിപ്പമുള്ള ദുരന്തമായിരിക്കും മുല്ലപ്പെരിയാർ അഥവാ തകർന്നാൽ സംഭവിക്കുക. ശരിയല്ലേ സാർ? തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. കാരണം എന്ന് വെച്ചാൽ കേരളം പിന്നെ ഇല്ല. ഇതിന്റെ മുകളിൽ ഒരു ഡാം ഉണ്ട്, കക്കി ഡാം എന്ന് പറഞ്ഞ. ഈ കക്കി ഡാം ജോഗ്രഫിക്കലി മുല്ലപ്പെരിയാർ ഡാമിന്റെ മുകളിലാണ്. അവിടുന്ന് 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. അപ്പം തമിഴ്നാടിന് ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ വെള്ളവും കിട്ടും, ഇന്ന് കിട്ടുന്നതിൽ കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനും പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. 52 കിലോമീറ്റർ പൈപ്പ് വലിച്ചാൽ മതി. ഇപ്പൊ മുല്ലപ്പെരിയാർ പെൻസ്റ്റോക്ക് പൈപ്പിലേക്ക് ഘടിപ്പിക്കാൻ പറ്റും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്നറിയാം? പുതിയ കരാർ വരും. പുതിയ കരാർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തമിഴ്നാടിന്റെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നു, അവർക്ക് പ്രതിവർഷം 50,000 കോടി രൂപയുടെ ലാഭം ഉണ്ടാകുന്നു ഈ വെള്ളത്തിൽ നിന്ന്. കാരണം ഇപ്പൊ അവർക്ക് കിട്ടുന്ന വെള്ളത്തിൽ നിന്ന് പ്രതിവർഷം 5 ജില്ലയാണ്. 5 ജില്ല എന്ന് വെച്ചാൽ 2 ജില്ല ചേർത്ത കേരളമായി. അങ്ങനത്തെ 5 ജില്ലകളുടെ ജലസേചനാണ്. അപ്പൊ അതിൽ നിന്ന് 50,000 കോടി രൂപയ്ക്ക് തമിഴ്നാട് എസ്റ്റക്കറിൽ വരുന്നു എന്ന് തമിഴ്നാട് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കണക്കിൽ പറയുന്നു. അപ്പൊ 50,000 അവർക്കുണ്ടെങ്കിൽ ഒരു 10,000 എങ്കിലും നമുക്ക് തരേണ്ടി വരൂലേ പുതിയ കരാർ വന്നാ? തീർച്ചയായിട്ടും. നമ്മുടെ ദാരിദ്ര്യം മാറിയില്ലേ? കേരളത്തിന്റെ കടം മാറിയില്ലേ? കേരളത്തിന്റെ എന്തുമാത്രം വികസനം ഉണ്ടാവും ഈ വെള്ളത്തിന്റെ കാശ് ഇങ്ങോട്ട് മേടിച്ചു വെച്ചാൽ. അതുപോലെ തന്നെ 468 കോടിയുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു തമിഴ്നാട്. അവര് എനർജി സർപ്ലസ് സ്റ്റേറ്റ് ആണ്. അത് മൊത്തം കേരളത്തിന് കിട്ടൂലേ? നമ്മുടെ വെള്ളത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അല്ലേ? അപ്പൊ പുതിയ കരാറ് വരും. പുതിയ കരാറ് വരരുതെന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതൃത്വവും താല്പര്യപ്പെടുന്നത്. എങ്കിലല്ലേ ഇത് പൊന്മുട്ടയിടുന്ന താറാവല്ലേ? എല്ലാ വർഷവും കോർപ്പറേറ്റുകളുടെ അടുത്തത് പിരിച്ചും ഗവൺമെന്റ് ഹെഡില് പണം വലിച്ചും ഇതും പറഞ്ഞുകൊണ്ട് 2 സംസ്ഥാനങ്ങളിലെയും രാഷ്ട്രീയ നേതൃത്വത്തിന് വളരാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അണ്ണാമലൈ പറഞ്ഞു കേട്ടോ. തമിഴ്നാട് BJP ഘടകം പ്രസിഡന്റ് അണ്ണാമലൈ പറഞ്ഞു, ഇത് മുല്ലപ്പെരിയാർ വിഷയം എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാരും തമ്മിലുള്ള അവിശുദ്ധ അൺഹോളി നെക്സസ് ബിറ്റ്വീൻ ദം. അതാണ്, അത് കൃത്യമായിട്ട് അണ്ണാമലൈ പറഞ്ഞു. അപ്പൊ അദ്ദേഹം അത് ഞാൻ ഈ പറയണൊക്കെ എന്റെ അഭിപ്രായം അല്ല കേട്ടോ, ഇത് ഓരോരുത്തർ പറയുന്നത് ഞാൻ ഏറ്റു പറയുന്നതാണ്. എനിക്ക് സത്യമാണ് എന്ന് തോന്നുന്നത് കാര്യം മറ്റുള്ളവർ പറയുന്നത് ഏറ്റു പറയുന്ന പരിപാടിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഞാൻ മുല്ലപ്പെരിയാർ ഡാം തകരും എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 100 ഡാമുകളിൽ ഒന്നാണെന്ന്. അതാ ഞാൻ പറയണത്. അല്ലാണ്ട് ഞാനിത് മുല്ലപ്പെരിയാർ ഡാമിന്റെ തകർച്ച, ഇവിടെ പലരും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ, ഇപ്പൊ ജസ്റ്റിസ് KT തോമസ് പറഞ്ഞു. അതുപോലെ എനിക്ക് പറയാൻ പറ്റുമോ? ഒരു ലോയറാണ് ഞാനൊരു എഞ്ചിനീയർ ആണെങ്കിൽ പറയായിരുന്നു. മനസ്സിലായ? അടുത്ത 1000 കൊല്ലക്കാലം ഈ ഡാം തകരില്ല എന്ന് പറയുന്നത് ബഹുമാന്യനായ ജസ്റ്റിസ് KT തോമസ് ആണ്. അദ്ദേഹം എന്നെ പോലെ ഒരു ലോയറാണ്, LLB ആണ് പഠിച്ചിരിക്കുന്നത്. ഈ LLB വെച്ചിട്ട് ഒരു ഡാമിന്റെ കാര്യമൊക്കെ പറയാന്ന് വെച്ചാൽ ഇച്ചിരി കടുപ്പാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ആരുടെ ഇതിലുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് പറയുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെന്ന് സാങ്കേതികമായിട്ട് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണെങ്കിൽ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് അല്ല ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം മനസ്സിലാക്കണം. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് കേവലം സിവിൽ എഞ്ചിനീയറിംഗ് അല്ല. സീസ്മോളജിസ്റ്റുകൾ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം. അങ്ങനെ ഒരു കോമ്പിനേഷൻ ഓഫ് സബ്ജക്റ്റ് ആണ് ഈ പറഞ്ഞ ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അല്ലാണ്ട് സിവിൽ എഞ്ചിനീയേഴ്സിന് ഇതിന്റെ അൾട്ടിമേറ്റ് കാര്യങ്ങൾ പറയാൻ പറ്റില്ല. ഈ വെള്ളം ചെന്ന് കടലിൽ പതിച്ചാൽ എന്ത് സംഭവിക്കും? ഹൈഡ്രോളിക് ഹാമറിംഗ്. മുല്ലപ്പെരിയാർ ഡാം തകർന്ന് ഇടുക്കി ഡാമിൽ വന്ന് പതിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഹൈഡ്രോളിക് ഹാമറിംഗ്. എന്താണ് ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയേണ്ടത് ആരാണ്? ഹൈഡ്രോളജിസ്റ്റുകൾ പറയണം. അല്ലാണ്ട് ജസ്റ്റിസ് KT തോമസ് അല്ല പറയേണ്ടത്. അല്ലെങ്കിൽ ഇതിൽ എംബോർഡ് കമ്മിറ്റിയിലുള്ള 3 ജഡ്ജസ്. എനിക്ക് അത്ഭുതത്തോടു കൂടി കാണാണ്.
യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഒരു ഡാം പരിശോധിക്കാൻ വേണ്ടി ജഡ്ജസിനെ അധ്യക്ഷനാക്കിയിട്ട് സമിതി രൂപീകരിക്കും. അതൊക്കെ ഈ ഇവിടുത്തെ ജനങ്ങള് അതൊക്കെ വലിയ സംഭവമാണെന്ന് വിചാരിച്ചിരിക്കുക. ജഡ്ജസ്, ഇതിന്റെ 3 ജഡ്ജസ് എംബോർഡ് കമ്മിറ്റിയിൽ 2 സിവിൽ എഞ്ചിനീയേഴ്സും ഇവരാണ് പറയണത് ഇതിന്റെ ആധികാരികത. നോ ഹൈഡ്രോളജിസ്റ്റ്, നോ സീസ്മോളജിസ്റ്റ്. ബന്ധപ്പെട്ട അധികൃതർ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമിഴ്നാട് സർക്കാരും ഇതിലെ കക്ഷി രാഷ്ട്രീയം മറന്ന് ഒന്നിച്ച് ഒരു വലിയ നാടിന്റെ ജനതയുടെ നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി ഒരു നല്ല തീരുമാനം എടുക്കട്ടെ. അത്രയും പ്രതീക്ഷിക്കാം, അല്ലേ സാർ? അതെ, ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാധാകൃഷ്ണ, ഇതില് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇവിടെ ആണുങ്ങളൊന്നെങ്കിൽ മദ്യം, അല്ലെങ്കിൽ അവരുടെ തിരക്ക്, അവരുടെ ബിസിനസ്, കച്ചവടം, മറ്റത് മറിച്ചത് ആയിട്ട് തിരക്കാണ്. സ്ത്രീകൾ ഇറങ്ങണം അവരുടെ മക്കൾക്ക് വേണ്ടി. ഈ നാട്ടിലെ സ്ത്രീകൾ അവരുടെ മക്കൾക്ക് വേണ്ടി ഇറങ്ങിയാലാണ് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ. രാഷ്ട്രീയക്കാരൊന്നും മാറണം രാധാകൃഷ്ണ. നമ്മുടെ ഈ ഞാനിപ്പോ രാഷ്ട്രീയക്കാരെ ഇത്രയും കുറ്റം പറഞ്ഞെങ്കിലും ഉള്ളിന്റെ ഉള്ളില് ഇവരുടെ മാറ്റമാണ് ഞാൻ പ്രതീക്ഷിക്കണത്. കഴിഞ്ഞ കാലങ്ങളൊക്കെ പോയി. ഇനിയെങ്കിലും ഈ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് രാഷ്ട്രീയക്കാരും നന്നാവണം, ഇടതുപക്ഷവും നന്നാവണം, വലതുപക്ഷവും അല്ലാത്ത പക്ഷമൊക്കെ നന്നാവണം. ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കണം. ഞാനിത് പറയുന്നത് അവർ സ്വയം തിരുത്താൻ വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് അവരെ മെക്കിട്ട് കയറാൻ വേണ്ടി പറയണമെന്നല്ല. ഉറപ്പായിട്ടും. അപ്പൊ ആ നല്ല രീതിയിൽ തന്നെ അവരത് എടുക്കട്ടെ. മാത്രമല്ല, അവരത് തിരുത്തട്ടെ, അവരുടെ ഭാഗത്തുള്ള തെറ്റുകൾ തിരുത്തട്ടെ, അല്ലെ? നമുക്ക് അങ്ങനെ പ്രത്യാശിച്ചുകൊണ്ട് തൽക്കാലം നിർത്താം. ശരി.